കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തും മഹത്വപ്പെടുമാറാണ്. വളരെ അനുഗ്രഹീതമായ നല്ല പ്രഭാതം കർത്താവ് ദാനമായി തന്നതിനായി സ്തോത്രം. പ്രത്യാശയും സമാധാനവും സന്തോഷമുള്ള ദിവസം കർത്താവ് തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വലിയ അനുഗ്രഹീതമായ ചിന്തകൾക്കായി സ്തോത്രം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അടികൊള്ളുന്ന ഒരു കഴുതയെ കാണുന്നുണ്ട്. സ്തോത്രം. എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയും ഒത്തിരി സന്തോഷിപ്പിക്കുകയും ആമേൻ സ്തോത്രം അങ്ങനെ ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒത്തിരി ആത്മീയ ചിന്തകൾ തരുന്നു ആമേൻ ആ കഴുതയിലൂടെ. കർത്താവിന് മഹത്വം. ആമേൻ സ്തോത്രം. ബിലെയാം എന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയും ദൈവശബ്ദം കേൾക്കുകയൊക്കെ ചെയ്ത ആ ബിലെയാം എന്ന പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സംഖ്യാപുസ്തകം 22-ാം അധ്യായം. എന്നാൽ ബിലെയാം പ്രവാചകന് ഒരു ചെറിയ പിഴവ് വരുന്നു. ആമേൻ സ്തോത്രം. ദൈവം പോകരുത് എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും രണ്ടാമത് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാൻ പോവുകയും ആ ആലോചന ആമേൻ സ്തോത്രം ദൈവം ആമേൻ സ്തോത്രം ഇഷ്ടപ്പെടാതെ ദൈവം പറയുക പൊയ്ക്കോളാൻ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നില്ല. കാരണം ആദ്യം ദൈവത്തിൻ്റെ പ്രവാചകനോട് ദൈവം പറഞ്ഞു പോകരുത്, ഈ ജനം എൻ്റെ ജനം, അവരെ ശപിക്കരുത്. രണ്ടാമത് പിന്നെയും ചില സാമ്പത്തിക നന്മകളൊക്കെ കണ്ടുകൊണ്ട് അല്ലെ കുറച്ചുകൂടെ ശ്രേഷ്ഠന്മാരെയൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവൻ ദൈവം പറഞ്ഞു പോകാൻ. ആ യാത്ര ശുഭമായിരുന്നില്ല. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അവൻ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നീങ്ങാവുള്ളൂ. എവിടെ പോകും, എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ മക്കളോട്, ലോകമക്കളോടല്ല പറയുന്നത്, ദൈവത്തിൻ്റെ മക്കളോട് കർത്താവിൻ്റെ ആലോചന അനുസരിച്ചല്ലാതെ നാം മുൻപോട്ട് പോകരുത്. കർത്താവിൻ്റെ ആലോചന അനുസരിച്ച് നാം മുൻപോട്ട് പോയാൽ, കാരണം പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയ അവൻ സ്തോത്രം അപ്പോസ്തലന്മാരാകപ്പാടെ അന്തം വിട്ടുപോയി. പെരുത്ത മീൻകൂട്ടം അവിടെ കിട്ടിയെന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന ഇല്ലാതെ പോയപ്പോൾ അവർ മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയാൽ അവിടെ അത്ഭുതം സംഭവിക്കും. അവൻ സ്തോത്രം. ഇവിടെ ബിലെയാമെന്ന പ്രവാചകൻ സ്തോത്രം മുൻപോട്ട് പോകുമ്പോൾ, കഴുതയ്ക്ക് കോപ്പിട്ട് കഴുതയുടെ പുറത്തു കയറി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി വഴിയിൽ പ്രതിയോഗിയായി മാറും. സ്തോത്രം. ഈ കാഴ്ച കഴുത കണ്ടിട്ട് കഴുത തെറ്റിയൊഴിയുക. 1, 2, 3 തവണ തെറ്റിയൊഴിയുന്നു. മൂന്നാമത്തെ തവണ 2 മതിലുകളുള്ള ഇടുക്ക് സ്ഥലത്ത് ചെന്ന് കഴുത ബിലെയാമിന് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ വേണ്ടി അവൻ സ്തോത്രം ചരിഞ്ഞു കിടക്കുന്നു. അവൻ സ്തോത്രം പ്രവാചകന് അവൻ സ്തോത്രം കാലിലൊക്കെ ഇത്തിരി തൊലിയൊക്കെ പോകുമ്പോൾ അത് വേദന കൊണ്ട് കഴുതയെ നന്നായിട്ട് അടിക്കുന്നു. അവൻ ഈ കഴുത അടി കൊണ്ടിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്ര അടി കൊണ്ടിട്ടും ഈ യജമാനനെ സംരക്ഷിക്കുന്ന ഈ കഴുതയാണ്. എത്ര അത്ഭുതമായ ചിന്ത, എത്ര വലിയ ആമേൻ സ്തോത്രം എന്താ പറയുക, മഹത്വപൂർണമായൊരു ചിന്തയാണ് അവിടെ ദൈവം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവസാനം ഈ കഴുതയുടെ വായെ തുറന്നു ദൈവം. നമ്മളൊക്കെ കർത്താവിൻ്റെ മുൻപിൽ കഴുതകളായി മാറണം. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നേ കഴുതകളായി മാറും. കർത്താവിൻ്റെ മുൻപിൽ നമ്മളൊക്കെ കഴുതകളായി മാറിയാൽ, ഞാനൊന്നുമില്ല, ഏതുമില്ല, അവൻ സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ കഴുതയാണെന്നൊന്ന് സമ്മതിച്ചു കൊടുത്താൽ അവൻ സ്തോത്രം ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതേ കഴുതയെ പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ അവനേഷ് കർത്താവ് ഈ കഴുതയുടെ പുറത്ത് കയറുക. ഈ കഴുതയ്ക്ക് ഇതുവരെ കിട്ടാത്തൊരു മാന്യത. ഇന്നലെ വരെ തല കുനിഞ്ഞു പോയ കഴുത ഇപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് കർത്താവ് ഈ കഴുതയുടെ പുറത്തൊന്ന് കാര്യം. ഇന്നലെ അടി കൊണ്ട് വശം കെട്ടുപോയ കഴുത അവൻ അവിടെ ആ കഴുതയുടെ നാവിനെ തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് കഴുതയുടെ പുറത്തേക്ക് കയറി അവൻ സ്തോത്രം ആ ജനമെല്ലാം ആ മരച്ചില്ലകൾ അവൻ സ്തോത്രം വീതിയിൽ വെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രമൊക്കെ വിരിച്ച് സ്തോത്രം ഈ കഴുത ഇപ്പോൾ പരവതാനിയിലൂടെ നടക്കുന്നത്. സ്തോത്രം. ദൈവമക്കളോട് ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ തല കുനിഞ്ഞോ, ആളുകൾ നമ്മളെ അടിച്ചോ, മറുതലിക്കാതെ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ദൈവം നമ്മളെ അടി കൊണ്ടെടുത്ത്, നമ്മളെ അടിച്ചെടുത്ത്, അവൻ സ്വത്ത് നമ്മളെ നിന്ദിച്ചെടുത്ത്, നമ്മെ പരിഹസിച്ചെടുത്ത്, നമ്മെ ഉപദ്രവിച്ചെടുത്ത് തന്നെ കർത്താവ് നമ്മുടെ തല ഉയർത്തും. മഹത്വം കർത്താവിന് മാത്രം. അപ്രകാരം സംഭവിക്കും ഈ പകലിൽ. God bless you. God with you. Have a nice day.